ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കയറാൻ പോകുന്നത് മെർക്കാവെർണയിലേക്കാണ്. ബാഴ്സലോണയിലെ മെർക്കാവെർണയിലേക്കാണ് നമ്മൾ പോണത്. നമുക്ക് അവിടെ ഒരു 5 സ്ഥലത്തായിട്ടൊന്ന് ലോഡ് ഇറക്കണ്ട. ഈ വണ്ടികളൊക്കെ അവിടേക്ക് കയറാൻ വേണ്ടി കാത്തിറക്കുന്നതാണെന്ന് തോന്നുന്നു. In 300 meters, turn right onto car numero 6. എന്തിട്ടാണ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് കംപ്ലീറ്റ് വണ്ടികളും 8:30 തിങ്കളാഴ്ച തുറക്കാം അവിടെ. പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 9 മണിക്കാണ് തുറക്കാം. ഇന്ന് ഹെവി റഷ് ആയിരിക്കും. തിങ്കളാഴ്ച ചെയ്തുകൊണ്ട് ഹെവി റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമത്തിൻ്റെ അത്രയും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് തിരക്കുറവായിരിക്കും. എന്നെ സംബന്ധിച്ച് കുറച്ച് തിരക്കുള്ള സമയമാണ്. കാരണം ഞാൻ ഈ സമയത്താണ് ഇവിടേക്ക് വരാറ്. വർഷത്തിലൊരിക്കലൊക്കെ വരാറുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്തേക്ക്. In 600 meters, turn right onto Cara Major. കയറുമ്പോൾ തന്നെ ഒരു എൻട്രൻസ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, അതോടെ നിന്ന് എടുക്കണം. അത് നമ്മുടെ ദേക്കാവ്, അതായത് പെട്രോൾ അടിക്കുന്ന കാർഡിൻ്റെ ഇത് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ എൻട്രൻസ് ഉണ്ടായതൊക്കെ ക്ലോസ് ചെയ്തു. നിറച്ച് വണ്ടികൾ അവരോടൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് കിടക്കണം. കണ്ടിട്ട് വലിയ തിരക്കില്ലാന്ന് തോന്നണേ. ഇതിന് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, വണ്ടികൾ കയറി തുടങ്ങണുള്ളൂ. ഇതിൻ്റെ അകത്ത് പാർക്കിംഗ് ഉണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മൊത്തം ഫില്ലാവും. നമുക്കിത് വേണമെങ്കിൽ ഇന്നലെ വരാമായിരുന്നു ഇതിൻ്റെ അകത്തേക്ക്, പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. Take the next right onto Cara Major, then turn right onto Cara Transversal 11. Gira a la derecha en el carril transversal 11, después gira a la izquierda por la primera calle. Take the next right onto Cara Transversal 11, then turn left onto Cara Major. Buenos días. Gracias. നോക്കിയും കണ്ടും പോയെങ്കിൽ സൈഡ് അവിടെ ഇരിക്കും. നമുക്ക് ഇറക്കാനുള്ളത് ഇവിടെയാണ്. കയറിയാണ്. നമുക്ക് ഇറക്കാനുള്ളത് ഇവിടെ ആയിട്ടാണ്. നമുക്കപ്പോൾ ഇതിലേ പോകാൻ പറ്റില്ല, നമ്മളപ്പോൾ തിരിച്ചു വരേണ്ടി വരും. In 200 meters, sharp right to stay on Cara Major. തിരക്കുറവാണ് നമുക്കപ്പോൾ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടെ ചെല്ലുമ്പോഴേക്ക് അടുത്ത വണ്ടി കയറും. എന്തായാലും നോക്കാം നടക്കുകയില്ലേ എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു 5 സ്ഥലത്ത് നമുക്ക് ഇറക്കാനുണ്ട്. Take the next right to stay on Cara Major, then your destination will be on the left. ഇതിലേ പോകാൻ പാടില്ല അല്ലേ? അതിലെ തിരിച്ചു. Gira a la derecha en el carril transversal 7, después gira a la derecha por la primera calle.
ഇവിടെയും ബ്ലോക്കാണല്ലോ. In 200 meters, turn right onto car transversal 5. കൊണ്ട വേറൊരു വണ്ടി. ഇതെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാത്തോണ്ട ലൈൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ഇതിലെടുത്തിട്ട് ഇതിലേ അങ്ങ് പോവാം, അതായിരിക്കും നല്ലത്. എനിക്കറിയില്ല എത്രമാത്രം ലേറ്റ് ആവും. Turn right onto car transversal 5, then turn right onto car major. ഇന്ന് വലിയ തിരക്ക് കാണാനില്ല എന്തായാലും. Turn right onto car major. കൂട്ടുകാരെ, നമുക്കപ്പോൾ ഇനി പിന്നെ കാണാം. കാരണം ഇവിടെ ഇപ്പം ശ്രദ്ധ തെറ്റാൻ പറ്റില്ല. In 300 meters, keep left പല to വഴി stay ഇവിടെ on പല car വണ്ടി കയറി major. വരും, ആൾക്കാരും കയറി വരും. അപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് 5 സ്ഥലത്ത് എനിക്ക് ഇതുപോലെ ഓർഡർ എടുക്കാനുണ്ട്. നമുക്കപ്പോൾ ഇവിടെ ശ്രദ്ധ തെറ്റിയ പണിയാണ്. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നമ്മളപ്പോൾ മെർക്കാവർണയിലെ പരിപാടി തീർന്നു. ഓ, ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:18, 1 മണി കഴിഞ്ഞു. കാലത്ത് 8:45 തുടങ്ങിയ പരിപാടിയാണ്. Take the next right onto car transversal 5. ഇനിയിപ്പോൾ Then ചെറിയ turn ചെറിയ right onto വണ്ടികളെ കൊണ്ട് car ഇവിടെ മൊത്തം major. നിറയും. ഈ ലൈനിൽ നമുക്കൊരു 3 എണ്ണം, ഈ ലൈനല്ല, കുറച്ച് അപ്പുറത്തെ ലൈനിൽ 3 സ്ഥലത്ത് ഒരേ ലൈനിൽ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പുറത്തിറങ്ങണം, പിന്നെ ആദ്യമൊക്കെ ഇറങ്ങി തിരിച്ചു വരണം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലൈൻ അതായിരുന്നു. Gira a la izquierda en el cierre medio de Merkebarne. Turn right onto car major. എക്സിറ്റ് ചെയ്തില്ലേ? എക്സിറ്റ് ഇതിലുണ്ടല്ലോ. ഇതിലേ പോവാം നമുക്ക്, അതാണ് നല്ലത്. ഇവിടെ 2 എക്സിറ്റ് ഉണ്ട്. Continue എന്താ for കുഴപ്പമെന്ന് 1 വെച്ച് കഴിഞ്ഞാൽ kilometer. ക്യാമറ നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഇരിക്കുന്ന കാരണം കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റണില്ല, ശ്രദ്ധിക്കാനും പറ്റണില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥലങ്ങൾ. ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് 12 യൂറോ വേണ്ട. നമുക്ക് ഇന്നലെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇതുപോലത്തെ ലൈനുകളിലാണ് നമ്മൾ ലോഡ് ഇറക്കുക. 10 കൊണ്ട് ആൾക്കാരുണ്ടാവും, സൈക്കിൾ കൊണ്ടുണ്ടാവും, നടക്കാരുണ്ടാവും, അതിനിടയ്ക്ക് ട്രെയിലർ ഉണ്ടാവും, ട്രക്കുകാരുണ്ടാവും, ചെറിയ ട്രക്കുകാരുണ്ടാവും. ഏറ്റവും കൂടുതൽ വന്നിട്ട് മറ്റേ ടീമുകളുണ്ടാവും, ഈ കറത്തിചേരം എന്ന് പറഞ്ഞ ടീമുകൾ. അവരാണ് സൂക്ഷിക്കേണ്ടത്. ഈ സൈഡിലൊന്നും കൊണ്ട് ജാമ്യമായിട്ടുണ്ട് എടുത്ത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തട്ടി കഴിയുമ്പോൾ അവരതും കൊണ്ട് ഓടും. നമുക്ക് അതിൻ്റെ പുറകെ ഓടാൻ പറ്റില്ല, കാരണം പോലീസുകാർ എന്നിട്ട് പറയും വണ്ടി മാറ്റാൻ പറയും. ഇതുവരെ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കുകൾക്ക് കയറി പാർക്ക് ചെയ്യാനുള്ള വ്യക്തമായിട്ടുള്ള സ്പേസ് അതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതിൻ്റെ ഇടയിൽ കൂടെ 2 ലൈനാണ് ഇപ്പോൾ വൺ സൈഡിലേക്കുള്ളത്. ഒരു ലൈൻ അങ്ങനെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം റൗണ്ട് ചെയ്ത് വരാൻ പറയും. കാലത്ത് ഹെവി തിരക്കാം.
സാധനം ആരൊക്കെയോ എടുത്തൊടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി നേരെ അങ്ങ് ക്രോസ് ചെയ്യാം. നമുക്ക് ഇനി തറവോണയിലേക്കാണ് പോകണ്ടേ. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ അകലെ. Sal de la rotonda por la primera In salida. 400 meters, at the roundabout, take the first exit onto Ronda de Levant, B250. ഇവിടെ നിന്ന് ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ സാധാരണ അപ്പുറത്തെ ലൈനിൽ കൂടെയാണ് വരാറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കാലത്ത് എന്താ പറയുക, Sal de la ഒരു 5 rotonda por സ്ഥലത്ത് la primera ഇറക്കാനുണ്ടായിരുന്നു. salida por la B250. ഒരു 3 പ്രാവശ്യമെങ്കിലും റൗണ്ട് ചെയ്ത് കയറ്റേണ്ടി വന്നു നമ്മൾ. അതായത് ഒരു പൂവസ്തൂര് വന്നിട്ട് 1 2 അല്ലെങ്കിൽ ചിലയിടത്ത് വന്നിട്ട് ഒരു ട്രക്കേ കയറ്റിടാൻ പറ്റുള്ളൂ. Exit the roundabout onto Ronda de Levant. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, Continue on B250 for 1.5 kilometers. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ട്രക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. En കാരണം 1,5 kilómetros, ഓരോ toma la entrada a la derecha പവജോണെന്ന് en പറയാം. dirección Barcelona. ഓരോ ഇത് ചെയ്യണവർക്ക് വന്നിട്ട് ഒരു ഡക്ക് അല്ലെങ്കിൽ 2 ഡക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഡക്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ മറ്റേ ഡക്കിൽ കുത്തി കയറാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഓപ്പോസിറ്റും സ്പേസ് ഇല്ല. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കേട്ടൊക്കെ കയറ്റി എങ്ങനെയെങ്കിലൊക്കെ കേട്ടൊക്കെ ഇറക്കി പോന്നോളാം. തിരക്ക് പിടിച്ചിട്ട് കാര്യമുണ്ടെന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളപ്പോൾ ഇനി തിരിച്ച് തറകോണയ്ക്ക് ലോഡ് ഇടാൻ പോണ്. അൽക്കാമ്പലേക്കുള്ള ലോഡാണെന്നാണ് തോന്നണേ. ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട്. അല്ലേ ഇത് എത്രയാണ്? ഒരു ആംബുലൻസ് വന്നുണ്ട്. We found a faster route that saves 3 minutes. If you prefer to stay on the current route, tap no. Thanks. പുള്ളിക്കാരൻ ഫോൺ അടിച്ചിട്ട് മനസ്സിലായില്ല. En 600 metros, toma la entrada a la derecha en dirección Barcelona, después sal por la derecha. In 500 meters, 11, B250. In 400 meters, continue straight to stay on Ronda de Levant, B250. Toma la entrada a la derecha en dirección Barcelona, después sal por la derecha. നമുക്ക് ഇതിൽ പോയിട്ട് ചെറിയൊരു പണി കിട്ടിയതാ. Continue straight to stay on Ronda de Levant, B250. ഇതിലൊന്ന് പോയി നോക്കാൻ തരുന്ന സംഭവം. In 200 meters, at the roundabout, take the second exit onto B250. എന്താണ് ഉണ്ടാവണേ നോക്കട്ടെ. തറകോണ C32. അയ്യോ Sal de la rotonda por la segunda salida por la B20. Exit the roundabout onto B250. Continue on B250 for 1 kilometer. കമ്പനിയിൽ നിന്നാണ് ഈ കാലത്തെ മുതൽ വിളിയോട് വിളി. കാരണം ഇത് കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതെന്തായാലും നടന്നില്ല. In 500 meters, at the roundabout, take the first exit onto the Ronda de Dalt, B20 ramp to Lleida, Girona. ഇനി അടുത്ത പരിപാടി വന്നിട്ട് നോക്കട്ടെ. Sal de la rotonda por la primera salida por la B20. B20 ബാർസലോണ 20.
In 200 meters, merge onto Ronda de Dalt, B20. Tarragona A2. നമുക്കിതിലെ പോയാൽ പോരെ. Tarragona-ക്ക് അല്ലേ En നമ്മൾ 1 പോകേണ്ടത്? kilómetro, toma la salida 16 a la derecha por la I-90. ഞാൻ പോവില്ല. In 500 meters, take exit 16A for E90, A2 toward Tarragona, Lleida. Toma la salida 16 a la derecha por la I-90. അടുത്തതിലേക്ക് വേണം കയറാനേ ചേച്ചി. ഇതിൽ എഴുതില്ല. Take exit 16A. Continue for 1 kilometer. നമ്മളപ്പോൾ അങ്ങനെ AP7 ഔത്തോപിസ്ത 7ലേക്ക് കയറണം. ഇനി ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂട്ടാറ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. In 500 meters, use the left 2 lanes to take the E90, A2 ramp to Lleida, Tarragona. Use the left 2 lanes to take the E90 ramp, then merge onto E90. Continue on A2 for 5 kilometers. En 5 kilómetros, അപ്പം അത്യാവശ്യം തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് മന്ദം നീങ്ങാൻ കൂട്ടാറ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.